നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലൊരു കൊലപാതകം, പക്ഷേ തെളിവുകളില്ല. അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ വെല്ലുവിളി. മൃതദേഹം പോലുമില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന ഒരു തരത്തിലുള്ള ഒരു കൊലപാതകം ചർച്ച ചെയ്തത് ഈ കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകളെ കുറിച്ചാണ്. ഇത് അതിന്റെ ഒരു വർഷംകുമാർ നടന്നെങ്കിൽ പോലും അതിന്റെ തുടക്കം ഇവിടെ നിന്നൊക്കെ ആയിരുന്നിരിക്കാം. യാതൊരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ കേരള പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ആരും ഇടപെട്ടില്ലെങ്കിൽ അവർ അന്വേഷിക്കേണ്ടത് അന്വേഷിച്ച് അവർ പിടികൂടുക തന്നെ ചെയ്യുന്ന ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ സംഭവം. ഇതിനകത്ത് ഈ രാഷ്ട്രീയ കക്ഷികളുടെയോ അല്ലെങ്കിൽ ഉന്നതരുടെയോ സ്വാധീനമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അന്വേഷിച്ചു. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അവരെ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാൻ വിട്ടതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് പോയിന്റിലേക്ക് എത്തി. അവർക്ക് മാർഗതടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഈ ഒരു മൃതദേഹമില്ല. അപ്പം നേരെ ഈ ഒരു വലിയ രീതിയിൽ വാർത്തയായതോടെ തന്നെ പോലീസിന് സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഇത് ഇപ്പൊ സാഹചര്യ തെളിവുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞവർക്ക് എഴുതി തള്ളാമായിരുന്നു. പക്ഷെ അവിടെയാണ് അവരുടെ അത്യാധുനിക ഇവിടെയുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇതുമായിട്ട് കൃത്യമായിട്ട് പഠിച്ച് നടത്തിയ സുജിത് ദാസ് SBI ആയിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇതില്ലെങ്കിൽ പോലും DNA ടെസ്റ്റുകളുടെ ഷാബാസ് ഷെരീഫ് എന്നാണ് നാട്ടുവൈദ്യനായിരുന്നു. മറ്റേ ഇയാള് ഷൈബിൻ മൂലക്കുരു അല്ലെ, അതിനെ ചികിത്സിച്ച് ഭേദമാക്കുക. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ആക്കി മാറ്റാനും അതുവഴി പണം സമ്പാദിക്കാനുമായിരുന്നു ഇയാളുടെ ലക്ഷ്യം. പൈൽസിന്റെ അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അതുവഴി പണം സമ്പാദിക്കാൻ കഴിയുമെന്നൊക്കെ ഇയാൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് കണ്ടതാണ്. പക്ഷേ ഈ വൈദ്യൻ അദ്ദേഹത്തിന്റെ എത്തിക്സ് വിട്ടു പോയില്ല. അതുപോലെ തന്നെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവ നല്ല രീതിയിൽ മർദ്ദിച്ചു. 1.5 വർഷം പീഡിപ്പിച്ചു. നരകയാതനയായിരിക്കും. മാത്രമല്ല മരിച്ചിട്ട് പോലും അയാൾക്ക് എന്താ പറയാനാണ്, അയാൾ മൃതദേഹത്തിനോട് പോലും ഒരു ആദരവ് കാണിക്കാത്ത രീതിയിൽ വെട്ടി നുറുക്കി കായൽ തള്ളിയെന്ന് പക്ഷെ അതുപോലും കിട്ടിയില്ല. അല്ല, അതിനുശേഷമാണ് എനിക്കത് പ്രളയമൊക്കെ വന്ന് എല്ലാം അതിനോടെ തന്നെ അങ്ങ് പോയി കാണും. അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവങ്ങളായിരുന്നു നടന്നത്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസിന് മുന്നിൽ അപ്പോഴും ചോദ്യമാണ്. അവര് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു DNA പരിശോധനയെ കുറിച്ച്. അപ്പോൾ DNA എത്ര രീതിയിലെന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള സാധ്യതകൾ അവർ നോക്കി. അപ്പം 3 തരത്തിലുള്ള DNA ടെസ്റ്റുകളാണുള്ളത്. മൈറ്റോകോൺട്രിയൽ DNA ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്, വൈ ക്രോമോസോമൽ DNA ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോസോമൽ അത് വൈ ക്രോമോസോമൽ ആണ്. അത് മകൻ ആണോ എന്ന് അറിയാൻ, അല്ലെങ്കിൽ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയാൻ പറ്റും വ്യാപകമായിട്ട്. അതാണ്. അതുപോലെ മൈറ്റോകോൺട്രിയൽ അതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വഴിയുള്ള ഇപ്പം അമ്മയുടെ തലമുറകളെല്ലാം തന്നെ അറിയാൻ കഴിയുന്ന, അതിലേക്ക് പോകുന്ന, ആ പാരമ്പര്യത്തിലേക്ക് പോകുന്ന ഒരു ഇതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മൃതദേഹം വന്നപ്പോൾ ഒരു മുടിയിഴ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ തലമുറയിൽ എനിക്ക് തോന്നുന്നു അമ്മയുടെ കുടുംബങ്ങളുമായിട്ടെല്ലാം തന്നെ അവർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവരുടെ വീടുകളിലൊക്കെ പോയി. അപ്പം നോക്കിയപ്പോഴാണ് കൃത്യമായിട്ട് ആ ജീപ്പിൽ, ആ വണ്ടിയിൽ ഉപയോഗിച്ചിരുന്നത്, അതിൽ നിന്ന് കിട്ടിയ മുടിയിഴ കൊണ്ടാണ് 42 മുടിയിഴകൾ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. അതിന് ഒരെണ്ണം ടെസ്റ്റ് ചെയ്താൽ മതി കൃത്യമായിട്ട് കിട്ടും. ഇതിനകത്ത് തന്നെ മുടി, അതുപോലെ തന്നെ അസ്ഥി, പല്ല്, എല്ല് ഇതൊക്കെ മതിയാവും ധാരാളം. അപ്പം നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും അതാണ് ഏറ്റവും വലിയ ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റിന്റെ. വളർന്നു. അതാണ് ഇത്തരം സാധ്യതകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കും ഫോറൻസിക്കാരൊക്കെ വന്നിട്ട് ജസ്റ്റ് നോക്കിയാൽ സാഹചര്യം അടുത്ത തെളിവുകളൊക്കെ നോക്കിയായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ആ മൃതദേഹം ഇല്ലെങ്കിൽ പോലും അതാണ് ഈ കേസ്. കാരണം വേണമെങ്കിൽ കോടതിയിൽ ഇത് പറഞ്ഞ് ഇയാൾക്ക് സുഖമായിട്ട് പോരാൻ പറ്റും, സുഖമായിട്ട് ഇറങ്ങിപ്പോയായിരുന്നു. പക്ഷെ അവിടെ പോലീസുകാർ കൃത്യമായിട്ട് ഇടപെട്ട് അരിച്ചു പറക്കി, നേരത്തെ പറഞ്ഞല്ലോ ഒരു മുടിയിഴ തന്നെ കേസിനെ മാറ്റിമറിച്ച ഒരു സംഭവത്തിൽ ബയോടെക്നോളജി ഉണ്ടായത്. അങ്ങനെയാണ് ഒരു ചരിത്രപരമായ ഒരു കേസിന്റെ ഒരു വിധിയിലേക്ക് ശനിയാഴ്ച വിധി പറയാൻ പോവുകയാണ്. അപ്പൊ തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു അന്വേഷണ സംഘം വിജയിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ കേരള പോലീസ് നമ്മൾ പറയുന്നത്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കേരള പോലീസിനെ അവഗണിച്ചൊക്കെ പറയാറുണ്ട്. കാരണം അവിടെയും പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടപെടൽ കാരണം, ഉന്നതരുടെ ഇടപെടലും മറ്റു കാരണമാണ് അവർക്ക് നേരെ ചൊവ്വേ അന്വേഷണം പറ്റാത്തത്. ഇപ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലീസ് സംവിധാനം കേരളത്തിൽ തന്നെയാണ്. പലപ്പോഴും രാഷ്ട്രീയക്കാർ ഇടപെട്ട് അവരന്വേഷിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഷൈബൻ ആള് ചില്ലറക്കാരനല്ല കേട്ടോ. എന്തായാലും അതെ, ഇതൊരു ബിസിനസ് ആക്കി ആലോചിച്ച് നോക്കുക. ഇത് പഠിക്കാൻ വേണ്ടി ഒരാളെ തട്ടിക്കൊണ്ടുവരിക, മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവരിക. അപ്പം എന്നിട്ടും അത് എന്തുകൊണ്ട് ഇത്രയും വർഷം നീണ്ടിട്ടും അത് പറയാതിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഷാബയുടെ മനസ്സ് എത്രത്തോളം ഇതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. മാത്രമല്ല ഇതിനകത്ത് നാട്ടുവൈദ്യമാണെങ്കിൽ പോലും ഇവരൊക്കെ പഠിച്ചത് ഒരുപക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് തലമുറകളായിട്ട് ഇവർ പഠിച്ചു പാരമ്പര്യമായിട്ട് ഇതൊക്കെ പഠിച്ചായിരിക്കും. പെട്ടെന്നൊരു ദിവസം ഇതിനെക്കുറിച്ച് ഒരു ഇതുമില്ലാതെ ബിസിനസ് ലക്ഷ്യത്തോടെ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കാനുള്ള ഷാബയുടെ മനസ്സ് നമ്മളിവിടെ കാണാതെ പോകാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മൈസൂറുകാരനാണ്.
അപ്പൊ അത് ഇവർ കരുതിയത് ഒരു മൈസൂരുകാരനെ തട്ടിക്കൊണ്ടു ഇവിടെ കൊന്നിട്ടിരുന്നാല് പെട്ടെന്ന് ആരും പരാതിക്ക് പോകില്ലല്ലോ എന്ന് കരുതി കാണും. മലയാളിയാണെങ്കിൽ നാട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് അന്വേഷണം ഇവിടെ വരും. മൈസൂരുകാരനായതുകൊണ്ട് അത് ഇവിടെ വേണ്ടത്ര അന്വേഷണം നടക്കില്ല എന്ന് ഇവർ കരുതിയിരുന്നു തോന്നുന്നു ഷൈബി സംഘവും. എന്നാലും ഇത്ര ക്രൂരമാണ് ഒരു മനുഷ്യനെ കെട്ടിയിട്ട് ഇത്രയും വർഷം അതിക്രൂരമായി ദിവസവും മർദ്ദിക്കുമായിരുന്നു എന്നാണ്. 1.5 വർഷം ഒരു മനുഷ്യനെ ഇത്രയും ക്രൂരമായി തല്ലുക എന്ന് പറഞ്ഞാലേ ഡെഡ് ബോഡി എടുത്ത് പോലും അനാദരവ് കാണിക്കുക. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കേരളം എങ്ങോട്ട് പോകും നമ്മൾ ആലോചിച്ചു. എങ്ങനെ തുടങ്ങി മാത്രമല്ല അതിന്റെ അന്വേഷണം വളരെ രസകരവും വിചിത്രമാണല്ലോ. ഇതിന്റെ ഈ അന്വേഷണം എത്തിപ്പെട്ടത് അത് ഭയങ്കരമാണ്. നമ്മളെല്ലാം അന്ന് വാർത്ത കൊടുത്തിരുന്ന സംഭവമായിരുന്നു. ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ കുറച്ച് ചെറുപ്പക്കാരെത്തിയിട്ട് അവർ ദേഹത്ത് മണ്ണ ഞങ്ങൾ ആത്മഹത്യ പോകാനെന്ന് പറഞ്ഞ് ഈ സംഭവം മുഴുവൻ വിളിച്ചു പറഞ്ഞു. ഇയാൾക്കൊപ്പം ഷൈബിനൊപ്പം ഉണ്ടായിരുന്ന ഇതിലെല്ലാത്തിനും പങ്കെടുത്തിരുന്ന ആളിലായിരുന്നു. എനിക്ക് തോന്നുന്നു അയാൾ കാശ് കൊടുത്തില്ലെന്നുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം. അവസാനം ഒരു കാശ് ഇയാളെ വീടിച്ചെന്ന് വഴക്കുണ്ടാക്കി എന്തോ ചെയ്തപ്പോൾ ഇയാളെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു. ഈ ഷൈബിന്റെ ഒരു പ്രധാന ഉപദേഷ്ടാവ് തന്നെ ഒരു അവിടുത്തെ പോലീസിലെ ASI കണ്ടായിരുന്നു. അയാൾക്ക് മാസപ്പടി ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് വല്ലാത്ത അതിവിചിത്രമായ ഒരു കാര്യമാണ്. നമുക്ക് ഇതിന്റെ നിയമവ്യവസ്ഥകളെ കുറിച്ച് കൂടുതൽ അറിയാന്നുള്ളത് കൊണ്ടായിരിക്കും. നേരത്തെ പറയുന്ന പോലെ കൊന്നാ പാപം തിന്നാൽ തീരും എന്ന് പറയും പോലെ കൊന്നു കഴിഞ്ഞു അതിനുശേഷം അടുത്ത ആ ഒരു തെളിവുകളെല്ലാം നശിപ്പിക്കുക എല്ലാം കൃത്യമായിട്ട് ഇയാൾ ചെയ്തു എന്ന് വിചാരിച്ച് നിൽക്കെ. കാരണം ഒരുവിധം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ പിന്നെയും പുറം ലോകം അറിയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ച്. അപ്പൊ ആലോചിച്ച് നോക്കുക അയാളുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു കൊലപാതകിയുടെ. ഇപ്പോ ഈ ആൾക്കാർ തന്നെ ഇത് ആരോപണമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പം അവരെ അത് പോയതിന് മാത്രമല്ല ഇപ്പൊ നിർണായകമായ ഇത്തരത്തിലുള്ള തെളിവുകളും നേരത്തെ പറയുന്നത് എന്തെങ്കിലും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുന്ന രീതിയിൽ പറയാൻ പറ്റാറുണ്ടല്ലോ. അത് പലരും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് അവർ വീണത്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് രാജൻ കേസ് അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് RECയിൽ വിദ്യാർത്ഥിയായിരുന്ന രാജന പ്രൊഫസർ ഈശ്വരവാര്യരുടെ മകനെ പിടിച്ചോണ്ട് പോകുന്നു. അവസാനം രാജൻ തിരിച്ചെത്തിയിട്ടില്ല. രാജനെ പിന്നെ കണ്ടില്ല. അവസാനം അതിന്റെ പേരിൽ പിന്നെ ഉണ്ടായ വിവാദങ്ങൾ. പക്ഷെ ആ കേസിൽ ഡെഡ് ബോഡി ഇല്ല. ഡെഡ് ബോഡി ആരും കണ്ടിട്ടില്ല. മരിച്ചതായിട്ട് പലരും പറഞ്ഞത് പഞ്ചസാരയിട്ട് കത്തിച്ചു അത് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല കക്കങ്ങ അവിടെ ഏതോ വെള്ളച്ചാട്ടത്തള്ളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. ഏതായാലും അന്ന് അതിഭീകരമായ രീതിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പിൽ കക്കയം കോഴിക്കോട് അവിടുത്തെ ക്യാമ്പിൽ ഈ ആളുകളെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിരുന്നു പലരെയും. മാത്രമല്ല ഈ അന്ന് കക്കയം ക്യാമ്പും പിന്നെ ഉള്ള തിരുവനന്തപുരം ശാസ്താമംഗലത്ത് എന്നൊരു പ്രമുഖ TV ചാനൽ പ്രവർത്തിക്കുന്ന ഓഫീസ്. അവിടെ രണ്ടിടത്ത് വാരുന്നതിൻ്റെ ക്യാമ്പുണ്ട്. അത് വർക്കല വിജയൻ അങ്ങനെ ഒരു നെക്സറ്റ് അനുഭവം ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. ഇവരൊക്കെ മരിച്ചോ ഇല്ലയോ എന്ന് പോലും പിന്നെ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് അതുപോലെ ചേന്നൂർ മൗലവി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് 2 നേരം എന്തോ പ്രസംഗത്തിനെന്നോ മറ്റോ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. പിന്നെ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം എവിടെയെല്ലാം പരിശോധന നടത്തി വലിയ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ആരൊക്കെ ചിലർ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധിച്ചു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കേരളത്തിന് ഉത്തരം കിട്ടാത്ത സുകുമാരക്കുറിപ്പ് എവിടെയാണെന്നൊരു ചോദ്യം കൂടെ നിൽപ്പുണ്ട്. ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ അജ്ഞതയിൽ പറഞ്ഞിരിക്കുകയാണ്. അത് സത്യമാണ്. സുകുമാരക്കുറിപ്പ് ഒരുപക്ഷെ ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ സുകുമാരക്കുറിപ്പിനെ ഈസിയായിട്ട് പിടിച്ചതിൻ്റെ പോലീസ്. കാരണം നമ്മൾ ടെക്നോളജി അത്രയും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വളരെ ഈസിയായിട്ട് ഈ പറഞ്ഞ പോലെ മെറ്റോകോൺട്രിയൽ ഈ DNA പരിശോധന പറയുന്നത് പോലെ വളരെ ഈസിയായിട്ട് അവരെയൊക്കെ പിടിക്കാമായിരുന്നു. നമ്മൾ അന്ന് പോലീസ് രാവിലെ അവർക്ക് തന്നെ സംവിധാനമൊന്നുമില്ല. അവർ രാത്രി കൊണ്ട് ഇറങ്ങുന്നു, രാവിലെ അവിടെ നിന്ന് അന്വേഷിക്കുന്നു. എന്നിട്ട് പോലും അന്ന് ഇപ്പം എന്താണ് ഏറ്റുമാനൊരു ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സ്റ്റീഫനെ പിടികൂടിയത് വളരെ അത്ഭുതകരമാണ്. അതുപോലെ പിടിച്ചിട്ട് ഒരുപാട് കേസുകളൊക്കെ അന്ന് ഉണ്ട്. എങ്കിൽ പോലും ഈ ശാസ്ത്രത്തിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു വിജയമാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ ഭരണകൂടത്തെ നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വിമർശിക്കുന്ന ഭരണകൂടം നമ്മൾ 5 ലക്ഷം രൂപയെങ്കിലും എന്തോ ചെലവ് വരുന്ന ടെസ്റ്റാണിത്. അപ്പൊ അന്ന് ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടക്കില്ലായിരുന്നു. അന്ന് ഇതിന്റെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ചെയ്ത പിണറായി സർക്കാർ തന്നെയാണ് അത്. നമുക്ക് അവരുടെ ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് അവരിപ്പോ അന്നൊരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഇത് എവിടെ എത്താതെ അവിടെ തന്നെ നിന്നേരെ. അപ്പൊ അതിനെ നമ്മൾ ഇവരെ പറയാതിരിക്കാനാകില്ല. അപ്പം അത്തരത്തിൽ ഇപ്പം ശാസ്ത്രത്തോടൊപ്പം തന്നെ വളരുന്ന രീതിയിലുള്ള ഭരണകൂടവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വഴിയൊരുക്കിയാൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് ഇപ്പം അന്വേഷണങ്ങളായാലും ശരി തന്നെ എല്ലാ കൃത്യ ഒരു ഉത്തരം കിട്ടാറുണ്ട്. നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിലുള്ള പ്രത്യേക മലയാളികൾ തന്നെ പലരും വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇതെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ സുജിത്ദാസും അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് പെട്ടെന്ന് ചിന്ത പോയത് ഇത് ഈ രീതിയിലേക്ക് ഇത് ഏതൊക്കെ രീതിയിൽ അന്വേഷിക്കാമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമല്ല അത് നമുക്ക് ഇതിൽ ഏർപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരത്ത് പറഞ്ഞാൽ മെറ്റോകോൺട്രിയ DNA പരിശോധനയെക്കുറിച്ച് ആ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് ആ വഴിക്ക് ഇവർ അന്വേഷിച്ചിറങ്ങിയത്. അതല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഒന്നും കാണില്ല. ഇവർ കോടതിയിൽ നിന്ന് നിസ്സാരത്തിൽ ഇറങ്ങിപ്പോയേനെ. കൃത്യമായി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞു.
അതെ, ഇവിടെ നമ്മൾ അന്വേഷണ സംഘത്തിന് ട്രെയിനിങ് കിട്ടുന്ന പറയുന്നത് നമ്മളൊരു പോലീസ് ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും വിചാരിക്കും ഇപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ പിണറായി സഖാവ് പറഞ്ഞ പോലെ തന്നെ ജനങ്ങളെ ജനരക്ഷ അല്ലെങ്കിൽ അവരെ സേവിക്കാൻ വേണ്ടിയുള്ള അപ്പം പ്രതിരോധ നടപടികൾ മാത്രം. പക്ഷേ ഇവിടെ നമ്മൾ അത് മാത്രമല്ല പഠിക്കേണ്ടത്. ഇവിടെ കുറച്ച് ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇത്തരം കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട്. ഏതൊക്കെ രീതിയിൽ അന്വേഷണം നമുക്ക് തീർപ്പിക്കാം, അവിടെയാണ് ഒരു പോലീസിന് സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ചിന്തകൾ അവരെ വലിയ രീതിയിൽ ആ കേസിനെ സ്വാധീനിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇപ്പോഴും പ്രശ്നം, കാരണം പോലീസിന് പരമാവധി എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും, എല്ലാം ചെയ്യണമെന്നുണ്ടായിരിക്കും. പക്ഷെ അവിടെയും ഒരു വിലങ്ങുതടിയാകുന്നത് ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളായിരിക്കും. ഏറ്റവും അവസാനം ഇത് കോടതിയിൽ എത്തുമ്പോൾ അവിടെ തെളിവുകളും സാക്ഷിമൊഴി ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ പോകുന്നിടത്താണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാകുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും കൃത്യമായി എനിക്ക് ഇന്നങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുമായിരിക്കും. ശരി, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്കോട്ട്ലൻഡ് യാർഡെന്നൊക്കെ പറയും പോലെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച പോലീസ് അക്കാഡമികളിലായിട്ട് പരിശീലനം നടത്തേണ്ടതാണത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവും കൂടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേരള പോലീസിൽ ഇപ്പോൾ ക്രിമിനോളജിസ്റ്റ് ആരാണെന്ന് എനിക്കറിയാം. മുമ്പ് മറ്റേ നമ്മുടെ ജെയിംസ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആരെങ്കിലും കാണുമായിരിക്കാം. എങ്കിൽ പോലും ഒരു വിദേശ രാജ്യത്തേക്ക് അവിടുത്തെ സ്കോട്ട്ലൻഡ് യാർഡ് പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രഗത്ഭമായ അന്വേഷണ സംഘത്തിലൊക്കെ ആളിനയച്ച് അവരെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാവും. നമ്മുടെ സിവിൽ സർവീസിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഈ IAS IPS ആര് പലരും. ഒരുപക്ഷെ അല്ലാത്ത ഡിഗ്രി എടുത്ത് സിവിൽ സർവീസ് വരുന്ന ഒരാളെക്കാൾ ഈ ഡോക്ടർമാരായിട്ടുള്ള ആളൊക്കെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർമ്മയുണ്ട്, കുറച്ചു മുമ്പ് നമ്മുടെ മറ്റൊരു IPS ഉദ്യോഗസ്ഥൻ അങ്കിത് അശോക്, അദ്ദേഹം ആ ഒരു പട്ടാളക്കാരൻ വന്ന് ആ ഒരു പെൺകുട്ടിയും കുട്ടികളെയും കൊന്ന കേസിൽ അദ്ദേഹം അന്വേഷിച്ചാണല്ലോ അതിൻ്റെ ഒരു തുമ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ മെനക്കെട്ടിറങ്ങിയല്ല, അവർക്ക് പിടിക്കാനൊക്കെ ഒരു സർക്കാർ രാഷ്ട്രീയക്കാർ ഇടപെടാതിരുന്നാൽ മതി, അവർ കൃത്യമായിട്ട് അത് പിടിച്ചുകൊണ്ട് വരും. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാത്ത കാര്യം, ഈ ഷൈബൻ എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ ആൾ ഇയാളുടെ ഓട്ടോ ഡ്രൈവർ മറ്റായിരുന്ന ആളാണ്. കണ്ണടച്ചുറക്കും മുമ്പെയാണ് ഇയാൾ ഇത്രയും വലിയ കോടീശ്വരനായതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഇൻകം ടാക്സും അല്ലെങ്കിൽ അത്തരം ഒരുപാട് വകുപ്പുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾ നിന്നാലും ഇത്രയും കോടീശ്വരനായി വരുമ്പോൾ അയാളെക്കുറിച്ച് എന്തുകൊണ്ട് അവർ അന്ന് അന്വേഷിച്ചില്ല എന്നുള്ളത് നമുക്ക് വളരെ സംശയാസ്പദമാണ്. ഇത് ബിസിനസ് പരമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയാൾ സ്വീകരിച്ച വഴി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് കാശുകാരനാക്കി ഇവിടെ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇപ്പം ഒരു ആൾദൈവമായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അതിന് പൂജിക്കാൻ പോലും ഇതൊക്കെ നല്ല ഭക്തിയും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ നമുക്കിപ്പോൾ തന്നെ അറിയാം. ഇപ്പം മുടി ഒഴിച്ചിലിന് മരുന്നുണ്ടോ ഇറങ്ങിയ ആൾക്കാർ കൂട്ടത്തോടെ പോകും. വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് തേടി പോകും. ദുരന്തം കണ്ടയാണ്. അപ്പൊ ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കാനുള്ള കുറച്ച് സയൻസുകൾ, അതായത് ഇവരുണ്ടാക്കിയെടുത്ത് ഇവരുടേതായ കുറച്ച് സയൻസുകളുണ്ട്. അപ്പോൾ ആളുകൾക്കെല്ലാം എളുപ്പത്തിൽ വേണം, അല്ലെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് വേണം. അപ്പം ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതില്ല, ഇപ്പം നമ്മൾ ഇവിടുത്തെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് മോഡേൺ മെഡിസിന് പറ്റാത്ത എന്ത് സംവിധാനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പരമ്പരാഗത വൈദ്യന്മാർ. നമ്മൾ ഇതൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചതാണ്. ഞാൻ അതിന് എതിര് പറയുന്നതല്ല, നാട്ടുവൈദ്യന്മാരൊക്കെ നമ്മൾ അങ്ങനെ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇതൊന്നും നമ്മുടെ ഇപ്പം അംഗീകരിച്ചിട്ടില്ല. മറ്റു രാജ്യങ്ങളിൽ പോയി ഇതിനൊന്ന് ചവറ്റുകുട്ടയിലാണ് ഇതിനൊക്കെ സ്ഥാനം. അപ്പോൾ ഇത് വേദനയില്ലാതെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ല പൈൽസ് മാറ്റി തരാമെന്നൊക്കെ പറയുന്നതൊക്കെ തട്ടിപ്പ് തന്നെയാണ് ബേസിക്കലി. അത് നമ്മൾ മോഡേൺ മെഡിസിന് പറ്റാത്ത എന്താണ്, അത് ഇതിന് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കൊണ്ട് നടന്ന് ഇതിൻ്റെ പിന്നിലുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തി അതിനുശേഷമാണ് ഇവർ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ സുഖം വരുത്തുന്നത്. നമ്മൾ ജോലി TV ചാനലുകളിലൊക്കെ കാണിക്കാറുന്നില്ല രാവിലെ, ഈ 3999 രൂപ ഇത് മാല ധരിച്ചാൽ നിങ്ങൾക്ക് ഒരു അസുഖം വരില്ല, നിങ്ങൾ മഹാഭാഗ്യം വരും എന്നൊക്കെ പറയുമ്പോൾ ഇത് വിശ്വസിച്ച് ഇത് വാങ്ങാൻ നടക്കുന്നത് എത്രയോ അത് തന്നെയാണ്. അപ്പൊ അവിടെ തന്നെ അയാളുടെ മൈൻഡ് നമ്മൾ മനസ്സിലാക്കുക, അയാൾക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം. ഇപ്പോഴും ആളുകൾ ഇപ്പോൾ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്തി ഇതുപോലെ തന്നെയാണ്. മറ്റേ വെള്ളിമൂങ്ങ, അതുപോലെ തന്നെ ഇരുതല മൂരി, മറ്റേ നക്ഷത്ര കണ്ണുള്ള ഇത് അങ്ങനെയൊക്കെ പറഞ്ഞു നക്ഷത്ര ആർമ, അതൊക്കെ തന്നെയാണ്. അപ്പം ആളുകൾക്ക് പെട്ടെന്ന് അറിയാം ഇവിടെ ഇതൊക്കെ വാങ്ങാൻ ഡിമാൻഡ് അടുത്തേ ആളുകൾ വരും, ഇത്തരത്തെ ആൾക്ക് തട്ടിപ്പ് വരുള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആ ഏരിയയിലൊക്കെ ഇപ്പം നമുക്കറിയാം മലപ്പുറത്തൊക്കെ കൂടുതലും ഇത്തരത്തിൽ വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടോ എന്ന് ഇപ്പോഴും നമുക്ക് സംശയമാണ്. അതായത് ഈ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് പരിമിതികളുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇത്തരം നാട്ടുവൈദ്യന്മാർക്ക് അവിടെ ഭയങ്കര സ്കോപ്പാണ്. നാട്ടുവൈദ്യന്മാർ പെട്ടെന്ന് ഞാൻ ആവാറുണ്ട്. ഇപ്പൊ നമുക്ക് സ്വാമിമാരൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെയാണ് നാട്ടുവൈദ്യന്മാരും പെട്ടെന്നാണ് കൂണ് മുളയ്ക്കുന്ന പോലെയാണ് മുളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ അപ്പോഴാണ് നമ്മൾ അയാളുടെ ഈ ഒരു മോട്ടീവ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് പിന്നെ ഈ കൊലപാതകത്തിലേക്ക് പോകാന്നുള്ളത് അയാളുടെ ഇപ്പം താൻ വിചാരിച്ചത് കിട്ടിയില്ല. ഇതെന്തോ പല രീതിയിൽ അയാൾ ടോർച്ചർ ചെയ്തിട്ടുണ്ടാകും. കാരണം എങ്ങനെയെങ്കിലും വായിൽ നിന്ന് വരട്ടെ ഇതിന്റെ കൂട്ട് മനസ്സിലാക്കി. പക്ഷെ അയാൾ വിട്ടു. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഇപ്പോഴും നമ്മൾ ഇത്തരത്തിൽ പലയിടത്തും നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്, പല കുഴികളിലും നമ്മൾ തന്നെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്തരക്കാരെ തിരിച്ചറിയുക, എന്നാൽ മാത്രമേ നമ്മൾ ഡിമാൻഡ് ഇല്ലെങ്കിൽ ഇത്തരക്കാർക്കൊന്നും പിന്നെ അവിടെ നിലനിൽപ്പില്ല. മലയാളിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാത്തിനും ഒറ്റ മൂലി ഒരാളാണ്. പണം ഉണ്ടാക്കാനാണെങ്കിലും രോഗം ഭേദമാണെങ്കിലും എല്ലാം എന്തെങ്കിലും ഒറ്റ മൂലി എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ
നമ്മൾ എന്ത് വില കൊടുത്തോടും. നമ്മളിവിടെ പൊതുവെ നമുക്കൊരു ഫോൺ ഉണ്ടല്ലോ ഡെസ്കിലേക്ക്, ആളുകൾ ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ വിളിച്ചത് ഈ ദിവസം ഇവിടെ ഒരു 10 കോൾ വരെയാണെങ്കിൽ അതിൽ 5 എണ്ണം ഈ രീതിയിൽ കബളിപ്പിക്കപ്പെട്ട ആളായിരിക്കും. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതല്ല, നമ്മൾ അടുത്തൊരു ബന്ധു പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു എന്നാണ്. അപ്പം ഈ പറയുന്ന ആളൊക്കെ തന്നെ ഇവരെ സഹായികളായിരിക്കും ഈ തട്ടിപ്പുകാരുടെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഇതൊന്നും ചിന്തിക്കാത്ത രസകരമായ കാര്യം, നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇതിന് കഴുത്തു ചുരുക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാന സംഭവം. അന്ന് ഈ സംഭവം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു കേസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇയാൾ തന്നെ ഏതെങ്കിലും ഒരു നാട്ടുവൈദ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു ബോർഡും വെച്ച് അവിടെ നിൽപ്പുണ്ടായിരിക്കും. അയാൾ വേറെ രീതിയിലായിരിക്കും ആളുകളെ കൊല്ലുന്നത്. ഈ വെട്ടി നുറുക്കാൻ മടിയില്ലാത്ത ഈ ഒരാൾ ആളുകൾക്ക് ഇപ്പം ഏതൊരു തരത്തിലായിരിക്കുള്ള മരുന്നായിരിക്കും കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പം പെട്ടെന്ന് രോഗം മാറാൻ വേണ്ടിയുള്ള എന്തൊക്കെ രീതിയിൽ ഇപ്പം ഏതെങ്കിലും കെമിക്കൽസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആളുകൾ ഇപ്പം ഒറ്റയടിക്ക് മരിക്കുന്നത് പോലെ അയാൾ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ വിഷാംശം കയറി അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തന്നെ ഓരോരിടത്തും നേരത്തെ പറഞ്ഞത് കൂണ് പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ആൾക്കാർ തട്ടിപ്പിൻ്റെ. അതിൽ വീഴാനായിട്ട് കഴുത്ത് വെച്ച് കൊടുക്കുന്ന ജനങ്ങൾ ഇവിടെ ചുറ്റുമുണ്ട്. അതാണ് പറഞ്ഞത്, ജോലി ചെയ്യാതെ ബുദ്ധിമുട്ടാതെ എളുപ്പത്തിന് ഈസി ആയിട്ട് കൈ നനയാതെ മീൻ പിടിക്കാനെന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. ആ എളുപ്പത്തിന് സാധിക്കുമെങ്കിൽ റെഡി എല്ലാവരും ഇറങ്ങി വരും. അപ്പോൾ ഇതുപോലുള്ള ആൾ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇത് തന്നെയാണ്, നമ്മുടെ മലയാളിയുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ അന്ന് ഒരുപക്ഷെ രാജൻ കേസും അതല്ലെങ്കിൽ ചേമർ മൗലവിയൊക്കെ അന്ന് കാണാതായ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലത്തെ ഈ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കേസിലെ പ്രതികളൊക്കെ ശിക്ഷിക്കപ്പെട്ടേനെ. ആരും ഇതിൽ ഈ കൂട്ടത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ ആടുതേക്ക് മാഞ്ചിയൊക്കെ പോലെയുള്ള ആളുകൾ ഇറങ്ങുന്ന ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അതെ, നമുക്ക് സ്വയം നമ്മൾ കുറച്ചും കൂടെ നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്താ പറയുക വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, വിവേകമുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം അഹങ്കരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് തന്നെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇത്തരം ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാര്യം കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാത്തും നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു കേരളത്തിലുള്ള ഒരാൾ പോലും അല്ല മൈസൂരിൽ നിന്ന് അയാൾക്ക് വരേണ്ടി വന്നു. ഇപ്പോൾ ഈ ഒരു തരത്തിൽ ഇപ്പോൾ ഒരു കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ കേരളത്തിലെ അവസ്ഥ ഇപ്പം തൊട്ടടുത്തൊരു അയൽവാസിയാണെങ്കിൽ പോലും ആ രീതിയിലുള്ള കേസ് മാറിയത്. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാത്തത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അയാൾക്ക് ചോദിക്കാനും പറയാനും ഇവിടെ നാട്ടിൽ ആരുമില്ല, അതിനെ ഫോളോ അപ്പ് ചെയ്യാനില്ലാത്ത വിഷയം അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ന് രാവിലെ പെണ്ണിക്ക് സത്യം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ കൊലപാതക വാർത്ത കേൾക്കരുത് എന്നാണ്. പക്ഷേ നമ്മൾ എന്ന് വെച്ചാലും ഇന്നലെയും ഇത് സംഭവിച്ചു, ഇന്നും സംഭവിക്കുന്നു. നെയ്യാറ്റിൻകര ഒരാളെ കുത്തി കൊന്നത് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മലയാളികൾ ഇങ്ങനെ കൊലയാളികളായി മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും യാതൊരു മയമില്ലാതെ എന്ത് കാര്യത്തിനും കൊലപാതകം നടത്തുക എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇത്തരക്കാരെ ഈ യാതൊരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ ഈ കൊന്ന ആ ബോഡി പോലും കിട്ടാനില്ലെങ്കിൽ പോലും അതിന് തെളിവുണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, ശാസ്ത്രീയ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പോലീസിൻ്റെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യാൻ ഇറങ്ങുന്ന ആളുകളൊന്ന് ബോധവൽക്കരിക്കുന്നത് നല്ലതാണ്. അതെ, മാത്രമല്ല ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സ്വാധീനങ്ങൾ, രാഷ്ട്രീയ സ്വാധീനം, ഉന്നത ഇടപെടലുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ പോലീസിൻ്റെ നമ്മൾ ഇങ്ങനത്തുള്ള വാർത്തകൾ കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പോലീസിൻ്റെ ശക്തിയും അല്ലെങ്കിൽ അതിൻ്റെ കഴിവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ശക്തി പരീക്ഷണങ്ങളിലൂടെ മാത്രമല്ല നമ്മുടെ പോലീസുകാർ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സിനിമകളും ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പല സിനിമകളും ചിലപ്പോൾ നേരത്തെ എനിക്ക് പണ്ട് ഓർമ്മയുണ്ട് ഈ 7ാം അറിവ് എന്ന് പറയുന്ന തമിഴ് സിനിമയുണ്ട്. അതൊക്കെ തന്നെ ഈ DNA ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. സിനിമ ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ പോലും അതിനെ ലഘൂകരിച്ച് കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പിന്തുടർച്ച ഒരാളുടെ ഇപ്പം എനിക്കൊരു എൻ്റെ പൂർവീരെ കുറിച്ച് അറിയണമെങ്കിൽ DNA വഴി നമുക്കത് അറിയാൻ പറ്റും എന്നൊക്കെ കൃത്യമായിട്ട് സിനിമയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഇത്തരത്തിൽ മീഡിയം വഴിയും നമുക്ക് കൂടുതൽ കിട്ടാൻ നല്ലതാണ്. കാരണം പലപ്പോഴും ഇപ്പം എല്ലാവരും പറയാറുള്ളത് ഇവിടെ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് എല്ലാം കാരണം ഇവിടെ ഇറങ്ങുന്ന സിനിമകളാണ്. ഇത്തരത്തിൽ അത് കുറ്റം പറയുമ്പോൾ അത് ഇത്തരത്തിൽ അത് ഗുണം ചെയ്യുന്നതിനും സിനിമ ഉപയോഗിക്കുക എന്നുള്ളതാണ്, അതൊരു സത്യമാണ്. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം കേൾക്കുമ്പോൾ തന്നെ പലരുടെ മനസ്സിൽ വന്ന എനിക്കൊന്ന് തമിഴ് സിനിമ കാണുന്ന പലർക്കും ചിലപ്പോൾ അത് ഒരുപക്ഷെ വരുമായിരുന്നു തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ സുജിത് ദാസ് ഒക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ സിനിമയെ സ്വാധീനിച്ചിരിക്കാം എന്നുള്ള. മാത്രമല്ല ഇതിന്റെ ശാസ്ത്രീയമായിട്ട് പഠനങ്ങളും ഉണ്ടാവും. അതായത് ഇവർക്ക് ഇതിന്റെ പഠന വിഷയങ്ങളാണ്, ഇതൊക്കെ പഠന വിഷയങ്ങളുണ്ടാവും. ഇത് ഒരുപാട് നമ്മുടെ പണ്ട് ഈ പോളക്കുളം കേസിൽ ഇതുപോലെ ഈ ഡമ്മി പരീക്ഷണമൊക്കെ നടത്തിയത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിന്നെ സിനിമയാക്കിയപ്പോഴും സീവലൊക്കെ അത് വന്നിരുന്നു. അപ്പോൾ അന്നൊക്കെ തന്നെ ഇതൊക്കെ ആൾക്കന്നൊരു പരിഹാസം പോലെയായിരുന്നു മൊത്തത്തിൽ, ഇതെന്ത് ഡമ്മി ടോക്കൺ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ സംവിധാനമുണ്ട്. നമ്മുടെ നാട്ടിൽ CBI അന്വേഷണം നടത്തി എത്രയോ കേസുകൾ CBI നിസ്സാരമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. പലതും തെളിവുകളില്ല എന്നൊക്കെ പറഞ്ഞ് പോയ കേസുകൾ പോലും CBI തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എനിക്കൊന്നും അവർക്ക് ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ വിദഗ്ധ പരിശീലനം കിട്ടുന്നുണ്ടായിരിക്കും. ഇവിടെ തന്നെ
നമ്മുടെ കേരള പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഉദ്യോഗസ്ഥനായിരുന്ന ജയറാം പടിക്കൽ, അദ്ദേഹം പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം നടത്തിയ ഈ രാജൻ കേസ് ഉൾപ്പെടെയുള്ളതിൽ അദ്ദേഹം പെടുകയും പ്രതിയൊക്കെ ആയിരുന്ന ആളാണ്. കേരളത്തിൻ്റെ പിന്നെ DGP അദ്ദേഹം വിരമിച്ച ആളാണ്. അദ്ദേഹത്തിന് സ്കോട്ട്ലൻഡ് യാർഡിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അവിടുത്തെ പരിശീലനം കഴിഞ്ഞ് വന്നപ്പോൾ തിരുവനന്തപുരത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലെ ക്യാൻറ്റീനിൽ എന്തോ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. ഈസി ആയിട്ട് ജയറാം പടിക്കൽ അവരെ പ്രതിയെ കണ്ടുപിടിച്ചിരുന്നു വളരെ പെട്ടെന്ന്. അപ്പോൾ അത് ആ പരിശീലനം കിട്ടിയതിൻ്റെ ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ. അടിയന്തരാവസ്ഥ കാലത്ത് പിന്നീട് എനിക്കൊന്ന് ഈ ആളുകളെ ഭീകരമായി പീഡിപ്പിച്ച് കൊന്നതിൻ്റെയൊക്കെ പേരിൽ പിന്നീട് അദ്ദേഹം കേസിൽ പെടുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത അവസ്ഥ വന്നെങ്കിൽ പോലും അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കിട്ടുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. നമ്മൾ വിദേശത്താണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ തന്നെ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരും നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രധാനപ്പെട്ട ഈ ഒരാളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരാളെ കൊന്നു കളഞ്ഞ് അതിനെ തെളിവുകൾ നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ദൃശ്യം സിനിമയിലൊക്കെ എനിക്ക് തോന്നുന്നു സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് അത് എല്ലാവർക്കും ദ്രവിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ സ്റ്റെയിൻസ് ഒക്കെ റീകളക്ട് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മതി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത്. അപ്പം അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളെ കൊന്നിട്ട് നമുക്ക് സുഖമായിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പം തന്നെ ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ശാസ്ത്രലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ പുറകെ തന്നെ പോലീസുണ്ട്. എപ്പോഴും നിയമത്തിന് മുന്നിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്കുള്ള തെളിവുകൾ നൽകാനുള്ള ശേഷിയുമുണ്ട് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഈ ഷൈബിനൊക്കെ പോലുള്ള അതിസമ്പന്നന്മാരെ, പെട്ടെന്ന് പണക്കാരന്മാരെ, അതുപോലെ ബന്ധമുള്ള മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങാൻ ഒരുപാട് രാഷ്ട്രീയക്കാരന്മാർ തയ്യാറായിരുന്നിരിക്കാം. നമുക്ക് ആക്കാൻ തള്ളിക്കളയാൻ പറ്റും. നമുക്ക് അറിയില്ല എന്താണ് സംഭവിച്ചെന്നുള്ള അക്കാര്യത്തിലൊക്കെ. പക്ഷേ ഒരു പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തുനിഞ്ഞിറങ്ങിയാലുണ്ടല്ലോ, അവർ അങ്ങനെ അല്ല, ആര് സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ഞാൻ വഴങ്ങില്ല, ഞാനിത് കണ്ടുപിടിച്ച് അടങ്ങുള്ളൂ എന്ന് അയാൾ തീരുമാനിച്ചിറങ്ങിയാലുണ്ടല്ലോ പ്രതിയെ പിടിക്കാൻ തന്നെ പറ്റും, ഒരു സംശയം ഉണ്ടാക്കാൻ. പൊതുവേ ഇപ്പോൾ പോലീസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചും നമ്മൾ എപ്പോഴും വിമർശിക്കുമ്പോഴും ഇന്നത്തെ കാര്യത്തെ ഓർത്ത് നമുക്ക് അഭിമാനപൂർവ്വം തന്നെ പറയുന്നു. കാരണം നടന്നതൊരു വിഷമകരമായ കാര്യമാണെങ്കിൽ പോലും അതിലെ പ്രതികൾ വെറുതെ പോയിട്ടില്ല. അപ്പം നിയമത്തിന് മുന്നിൽ അവർ ശിക്ഷപ്പെടുക തന്നെ ചെയ്യുകയാണ്. ആ മരിച്ച ആളുടെ കുടുംബത്തിന് ഇതോടെ നീതി കിട്ടുകയാണ്. അങ്ങനത്തെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്കിതിൽ ഒരു സന്തോഷം എന്നുള്ള കാര്യം. കണ്ടെത്തി കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു അവരുടെ ശിക്ഷ വിധി വരുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് നല്ല കനത്ത ശിക്ഷ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ടത് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് അതിഭയങ്കരമായ രീതിയിൽ വികസിച്ചിരിക്കുന്നു. നമ്മളെ പൊതുവെ എപ്പോഴും പറയാം, നമ്മൾ പാശ്ചാത്യ ലോകത്ത് ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. പാശ്ചാത്യ ലോകത്ത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒന്നല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമായ വലിയ സ്ഥാപനമാണ്. അവർക്കിത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ സാധാരണ DNA പരിശോധന എപ്പോഴും നടത്താറുള്ളത് കുട്ടികളെ തീർത്തും സംബന്ധിച്ച് എന്തെങ്കിലും കേസും പ്രശ്നമൊക്കെ വരുമ്പോഴാണ്. പക്ഷേ ഇങ്ങനെയും നമുക്ക് DNA പരിശോധനയിലൂടെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി നേരത്തെ അറിയില്ലായിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് പകർന്നു തന്നു. അത് കേരള പോലീസിനെ നമുക്ക് അഭിനന്ദിക്കാം. അതിന് നേതൃത്വം നൽകിയ SP ആയിരുന്നു സുജിത് ദാസിനെയൊക്കെ നമുക്ക് അഭിനന്ദിക്കാം. എന്തായാലും നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ഈ കൊലപാതക പരിപാടികളൊക്കെ എല്ലാം ഇറങ്ങുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ തൊട്ട് പുറകെ നിന്ന് തന്നെ നമ്മുടെ നിയമ സംവിധാനം എത്തുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയി വിളിച്ചാലും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അത് എത്ര വർഷം കഴിഞ്ഞാലും.